ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മാളുക്കുട്ടിയുടെ സ്കൂൾ റീഓപ്പൺ ചെയ്ത് കേട്ടോ. വിൻ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേക്കണം. സാധാരണ മാളൂന് സ്കൂളിൽ പോകേണ്ടപ്പം ഞാൻ 4 മണിക്കാട്ടോ എഴുന്നേക്കാറ്. ഇപ്പം നല്ല തണുപ്പാണ്. കൂടാതെ ജലദോഷവും ചുമയൊക്കെ ഇങ്ങനെ മറിയിറങ്ങി 2-3 മാസമായിട്ട് നിൽക്കുക. അപ്പം ഒരുപാട് തണുപ്പത്ത് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വയ്യാണ്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ ഇന്നലെ തന്നെ കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അപ്പവും കടലയാണ് ഇന്ന് രാവിലത്തേന് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് രാവിലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പം തണുപ്പ് സമയത്ത് സാധാരണ പുളിക്കൽ കുറവായിരുന്നു കേട്ടോ, ഫ്ലോപ്പ് ആകുമായിരുന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ല. ഇന്ന് അത്യാവശ്യം നല്ലോണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇനി മാളൂനെ വിളിക്കുകയൊന്നും വേണ്ട കേട്ടോ. മാളൂന് അലാറം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മാളു തന്നെ അലാറം കേൾക്കുമ്പോൾ എഴുന്നേറ്റോളും. മാളു ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ചെല്ലുമ്പോഴത്തേനും റെഡിയായി നിൽക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഒരപ്പം കൊടുത്തു വിടും, ബാക്കി ടിഫിൻ ബോക്സിലാക്കി നമ്മൾ കൊടുക്കും. അവർ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണത്. ഉച്ചത്തേക്കുള്ളത് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴാട്ടോ കഴിക്കണേ. പിന്നെ എന്തെങ്കിലും ചെറിയൊരു സ്നാക്സും കൊടുത്തു വിടാറുണ്ട്. കറി ചൂടായി കഴിയുമ്പോൾ ഞാനൊരു ചെറിയ പാത്രത്തിൽ മാറ്റി വയ്ക്കും കേട്ടോ. മാളൂന് നല്ല ചൂടോടുകൂടി പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാറില്ല. പിന്നെ മാളൂന് കഴിക്കാനുള്ളതും കൂടെ ഇപ്പോൾ ഒരപ്പവും കറിയും കൂടെ കൊടുക്കും, അതും കൂടെ മാറ്റി വയ്ക്കും. അപ്പോൾ ആൾ റെഡിയായി വരുമ്പോഴത്തേനും ചൂടാറിയിട്ടിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ചൂടാറി കഴിയുമ്പോൾ എടുത്ത് വെക്കണം. പിന്നെ മാളു കുളിച്ചൊക്കെ കഴിഞ്ഞു റെഡിയായി കഴിയുമ്പോഴത്തേനും നമുക്ക് എല്ലാം ഞാൻ എടുത്ത് വെക്കും കേട്ടോ. 2 അപ്പമാണ് കൊടുത്തു വിടാറ്. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും 2 എണ്ണം, ഇടിയപ്പമാണെങ്കിലും 2 എണ്ണം, അങ്ങനെ 2 എണ്ണമാണ് കൊടുത്തു വിടണം. 3 എണ്ണം കൊടുത്തു വിടുമ്പോൾ ആൾ വന്നിട്ട് പറയും ഒത്തിരിയായ 2 എണ്ണം ഇട്ടാൽ മതി എന്ന് പറയും. ചുമയൊക്കെ ഉള്ള സമയത്ത് സാധാരണ ചൂടുവെള്ളമാണ് കൊടുത്തു വിടാറ്. ഇന്നിപ്പം മാളുവിൻ്റെ ചുമയൊക്കെ കുറവുണ്ട്. ചൂടുവെള്ളം കുടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് പറയാറ് ആൾ. നോർമലി നമ്മൾ ചുമയൊക്കെ ഉള്ളപ്പോൾ കുടിച്ചോളും. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ കൊടുത്തു വിടുമ്പം കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. അത് കാരണം കുഴപ്പമൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നോർമൽ വാട്ടർ തന്നെ കൊടുത്തു വിടാറ്. പിന്നെ മാളു കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടേ വെക്കാം. ശരിക്കും തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെട്ടം ഉണ്ടാവില്ല കേട്ടോ. തണുപ്പ് തുടങ്ങിയാണ് നേരം വെളുക്കണത് താമസിച്ചായിരിക്കും. മാളുവിന് പോണ സമയത്ത് ഇരുട്ടാണ്. മാളുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മാളിത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മാള് കഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു 6:25 ആകുമ്പോൾ ബസ് വരും. ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യും. എന്നാലും ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങും. ചില സമയത്ത് ലൊക്കേഷൻ നോക്കിയിരിക്കുമ്പോൾ ബസ് വന്നു കഴിഞ്ഞിട്ടാണ് ലൊക്കേഷൻ കറക്റ്റായിട്ട് വരാറ്. അതുകൊണ്ട് ഞങ്ങൾ 6:25 വരുമ്പോൾ അതേ കണക്കാക്കി 6:20 ഇറങ്ങും കേട്ടോ. മാള് കഴിച്ചൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. മാളുവിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ കെസിയയും കൂടി ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ താഴെ ഉണ്ടാവും. കെസിയ ഈ വർഷം മുതലാട്ടോ മാളുവിൻ്റെ ടൈമിങ്ങിൽ തന്നെ. ഇവർ സ്കൂളിൽ 5 വരെ ഒരു ടൈമിങ്, 5 കഴിഞ്ഞുള്ള കുട്ടികൾക്ക് വേറെ ടൈമിങ്. 5 കഴിഞ്ഞുള്ള കുട്ടികൾക്ക് 6:30 ആകുമ്പോഴത്തേനും ബസ് വരും. 7:10 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. അതിന് താഴെയുള്ള കുട്ടികൾക്ക് 7:30 ആകുമ്പോൾ ബസ് വന്ന് 8 മണിക്ക് ക്ലാസ് തുടങ്ങത്തുള്ളൂ. ഇപ്പോൾ ഉള്ളത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ കാണുന്ന മരത്തിൻ്റെ ആ ഭാഗത്ത് ഇഷ്ടംപോലെ ആളുകൾ നടക്കാനുണ്ടാവും കേട്ടോ, രാവിലെയും വൈകിട്ടും. ഇപ്പോൾ തണുപ്പായ കാരണം ആളുകളിലാണ് വന്നു. നമുക്ക് ഇച്ചിരിയോടെയൊക്കെ വെട്ടം വെച്ച് തുടങ്ങി കഴിയുമ്പോൾ നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇതാണ് കെസിയ ഉണ്ടാവും മാളുവിൻ്റെ കൂടെ കയറാനായിട്ടും. കഴിഞ്ഞ വർഷമൊക്കെ മാളു ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. ഈ വർഷം മുതലാണ് കെസിയ വന്നു തുടങ്ങിയത്. അവിടെ നിന്നാണ് ബസ് വരണത്. ബസ് വരണ 5 മിനിറ്റും കൂടെ ഉള്ളതാണ്. 2 കൂടെ കളിയാണ് കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ 2 പേരും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിക്കളിയാണ്. ബസ് വരുമ്പോഴത്തേനും ഓടി കയറി പോകും. ബസ് വന്നു കേട്ടോ. അതെ, വരുന്നതാണ് ബസ്. മാള് തലയിൽ വെക്കുന്ന സാധനം മറന്നു പോയായിരുന്നു. അത് സ്കൂളിൽ കൊണ്ടുപോകാറില്ല കേട്ടോ. തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ്. കയറിനേക്കുമ്പോൾ എനിക്ക് ഊരി തരുന്നു. ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ആൾ മറന്നുപോയി. 2 പേരും കൂടെ അത് കയറിപ്പോവും. വണ്ടിയൊക്കെ നോക്കിക്കോളും കേട്ടോ. അവരിങ്ങോട്ട് കയറ്റിയാൽ നിർത്തുകയുള്ളൂ. പിന്നെ കെയർടേക്കർ ഉണ്ടാവും. കെയർടേക്കർ കയറ്റി ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അവർ കയറ്റി കുഞ്ഞുങ്ങൾ കയറി ഇരുന്നതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാറുള്ളൂ. മാളുകുട്ടി അങ്ങനെ
വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.